പ്രേമലല്ലേട്ടാ, ഇന്നത്തെ ദേശാഭിമാനി പത്രം ഇതിലൊരു വാർത്തയുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: മൊസാദ് വിറച്ചു. പനിയായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു, കൊറോണയാണോ എന്തോ. മൊസാദ് വിറച്ചു. പശ്ചിമേഷ്യയെ യുദ്ധപൂർണ്ണ പാതയിലേക്ക് വലിച്ചിഴച്ച് ഇറാനെ കടന്നാക്രമിച്ചതിന്റെ 5-ാം നാൾ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി. ജൂതരാഷ്ട്രത്തിന്റെ കുപ്രസിദ്ധ ചാര സംഘടന മൊസാദിന്റെ ആസ്ഥാനം വിറപ്പിച്ച് ഇറാൻ. ടെല്ലവീവിലെ ആസ്ഥാനത്തിന് സമീപം ഇറാൻ മിസൈൽ പതിപ്പിച്ച് തീ പടർന്നു. ഹൈഫറയിലെ ബസാൻ റിഫൈനറിയും ആക്രമിച്ചു. ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇറാൻ ടെല്ലവീവിലും ഹൈഫറിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇതുകൂടാതെ ഇസ്രയേലിന്റെ F-35 യുദ്ധവിമാനവും വെടിവെച്ചിട്ടു. ഇതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫോട്ടോയും പ്രചരിക്കുന്നുണ്ട്, ഒരു വ്യാജ ഫോട്ടോ. മൊസാദ് എന്നൊക്കെ എഴുതി മൊസാദ് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം തകർത്ത് തരിപ്പണമാക്കി. പക്ഷെ അവിടെ ഒരു ഇസ്രായേൽ പതാകയുണ്ട്, അത് തന്നെ തകർക്കാൻ പറ്റില്ല. ഡ്രോൺ ഇട്ടിട്ടും ബോംബ് ഇട്ടിട്ടും അതിങ്ങനെ നിൽക്കുന്നുണ്ട്. മൊസാദിന്റെ കെട്ടിടമൊക്കെ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചിത്രവും പ്രചരിക്കുന്നു. ആ ചിത്രവും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മൊസാദ് വിറച്ചല്ലേ? പിണറായി കണ്ടിട്ടായിരിക്കും വിറച്ചത്. അതാ CPM ഇപ്പോൾ ഒരു ഇസ്രായേലിനെതിരെ ഒരു ജാഥയൊക്കെ നടത്തുന്നുണ്ട്. ഈ അതിക്രമങ്ങൾക്കെതിരെ സാമ്രാജ്യ വിരുദ്ധ പരിപാടികൾ എന്ന് പറഞ്ഞൊരു ജാഥ ഇതറിഞ്ഞിട്ട് നെതന്യാഹു മൊസാദും വിറച്ചതായിരിക്കുമോ? അതായത് ഫലസ്തീനിലെ ഗാസയിൽ അവിടെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു പരിധി വരെ ഹമാസിനെ അനുകൂലിച്ചുള്ള പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തിയിട്ട് എന്തായി? വല്ല നടന്നോ? അവിടെ അവര് വിറച്ചില്ല. അത്രയൊക്കെ ഉള്ളൂ. കാര്യം മൊസാദ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിപ്പോൾ അമേരിക്കയുടെ CIA എന്ന് പറയുന്നത് അതിനോട് കിടപിടിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് എന്ന് പറഞ്ഞാൽ. മൊസാദ് എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ദൗത്യം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംഘടനയും കൂടിയാണ്. അവർ എത്ര നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കരടായ എത്ര പേരെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഇല്ലാതാക്കി എന്നുള്ളത് നമ്മുടെ വാർത്തകളുണ്ടല്ലോ, തെളിവുകളുണ്ടല്ലോ. പക്ഷെ അത് മൊസാദ് കുപ്രസിദ്ധ ചാരസംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിന്, അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഒരു രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിൻ്റെ താല്പര്യാർത്ഥം പണി ചെയ്യുന്നവർ എങ്ങനെയാണ് കുപ്രസിദ്ധരാകുന്നത്? ആ രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ഹീറോകളാണ് അവർ. അതെ. ഇപ്പോൾ ഇന്ത്യക്കും ഉണ്ടല്ലോ രഹസ്യാന്വേഷണ ഏജന്റുമാർ. ആ ഇന്ത്യയുടെ ആ ഏജന്റുമാർ നമുക്ക് നമ്മുടെ നാഷണൽ ഹീറോസ് ആണ്. പക്ഷെ പാകിസ്ഥാൻ അവരെങ്ങനെയാണ്? പാകിസ്ഥാൻ്റെ മുമ്പിൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതേ ഒരു സമീപനം ഇക്കാര്യത്തിൽ എടുക്കേണ്ട കാര്യം എന്താ? ഈ മറ്റേ ഒരു സിനിമയിൽ കൊക്കക്കോള നിങ്ങളെടുത്ത് കൊത്തിയോ എന്ന് പറയുന്ന പോലെ ഇസ്രയേല് ഇവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വന്നു. ഏതായാലും മൊസാദ് ഇവരിപ്പോൾ ഇങ്ങനെ വിറച്ച് ഈ പറയുന്ന പോലെ അവിടെ ആക്രമണം നടന്നു തന്നെ ഇരിക്കട്ടെ. അല്ല, ഞാൻ അതിനിടയിൽ അത് കയറി പറയണോണ്ടെന്ന് വിചാരിക്കില്ല. ചില സിനിമയിൽ ജഗതി ഉണ്ടല്ലോ, ഈ പത്രം വായിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, അതുപോലെ മൊസാദ് ഇത് ദേശാഭിമാനി കണ്ടിട്ട് വിറച്ച്. ഏതായാലും MA ബേബി ഏതായാലും പ്രസ്താവന ഇറക്കിയ സ്ഥിതിക്ക് മോദി നെതന്യാഹുവിനെ വിളിച്ച് മറ്റേ പറഞ്ഞു കാണും, നമ്മൾ തമ്മിൽ ഒരിടപാടും ഇല്ല. ഏതായാലും ആ സ്ഥിതിക്ക് ചിലപ്പോൾ ഇത് നടപ്പിലാകാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും മൊസാദ് എന്താണെന്നുള്ളത് ഈ ഒരു അർത്ഥത്തിൽ ഒരു ലളിതമായിട്ട് പറഞ്ഞു തരാം. അതായത് ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു റോക്കറ്റ് അയച്ചാൽ കൃത്യമായി അപ്പുറത്ത് നിന്ന് വീഴും. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ അത്ര അടുത്തത് കൊണ്ട് തന്നെ ഈ രഹസ്യാന്വേഷണ പരിപാടികളൊക്കെ എളുപ്പത്തിൽ നടക്കും. പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിൽ രണ്ട് രാജ്യങ്ങൾ അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. ഒന്ന് ഇറാഖ്, സിറിയ, പിന്നെ മറ്റേ ജോർദാൻ്റെ ഒരു ഭാഗം. കൃത്യം പറഞ്ഞാൽ 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങൾ കടന്നിട്ട് വേണം ഈ പറയുന്ന ഇസ്രയേലിന് ഇറാനിലോട്ട് എത്താൻ. അപ്പോൾ അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് പോയി രഹസ്യ ഓപ്പറേഷൻ നടത്തുന്നു. അതായത് ഈ പറയുന്ന ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് പോയി ഒരു 4 നില കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നു, രഹസ്യ പേര്. എന്നിട്ട് അവിടെ ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കുന്നു. വർഷങ്ങൾ നീളുന്ന പരിപാടിയാണ്, ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല. ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, മിസൈലുകൾ നിർമ്മിക്കുന്നു. എന്നിട്ട് ഈ മിസൈലും അതും ഇതുമൊക്കെ ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഇതുകൂടാതെ ഈ പറയുന്ന ഇറാൻ്റെ
ഈ ഭൂതല മിസൈൽ ഉണ്ട്, അതായത് അവിടെ നിന്ന് വിക്ഷേപിച്ചാൽ കൃത്യം ഇസ്രയേലിലേക്ക് വീഴണം ആ രീതിയിൽ, അതായത് ദീർഘദൂര മിസൈലുകൾ അത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തകർക്കുന്നു. ഈ പറയുന്ന അവരുടെ തന്നെ സൈനിക മേധാവികളെ അടക്കം ചില വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മൊസാദ് അവിടെ പോയി അവരെ ഗൺ പോയിന്റിൽ നിർത്തി അവരെ കൊലപ്പെടുത്തുന്ന വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ പോയി നമ്മുടെ ഈ ചില ബോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, സൽമാൻ ഖാനൊക്കെ പോയിട്ട് ഇമാതിരി പരിപാടിയാണ്. അത് സിനിമയിൽ എന്തും ആകാം, പക്ഷേ റിയൽ ലൈഫിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്ത് കാണിച്ച ആൾക്കാരാണ് ഈ മൊസാദ്. ഈ മൊസാദ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് താല്പര്യത്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, അവരവരുടെ നാഷണൽ ഹീറോസാണ്. ഇപ്പം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കാൻ പറ്റും, പക്ഷെ അവരെ ഏതെങ്കിലും തരത്തിൽ തണുപ്പാണോ? ഇസ്രായേലിൽ തണുപ്പും ചൂടും ഒക്കെ ഉണ്ടാവും, വിറക്കുന്നുണ്ടാവില്ലേ? ഇസ്രായേൽ വിറക്കണോണ്ട് ചിലപ്പോൾ തണുപ്പ് കൂടിയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ താല്പര്യം എന്താണ്? ഇന്ത്യ ഈ കാര്യത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന കാര്യം, ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പിന്തുണച്ച രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ധാർമ്മികമായിട്ട്, തന്ത്രപരമായിട്ട് വേണ്ടെന്ന് വെക്കാം, ധാർമ്മികമായിട്ട് ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണെന്നുള്ളത് ഉറപ്പാണ്, ഡെഫിനറ്റാണ്. പിന്നെ ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മറ്റൊരു വകഭേദമാണ്. അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ പ്രബല വിഭാഗം എന്നത് തീവ്രവാദ വിഭാഗമാണ്. അവർക്ക് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന അവർ പാലൂട്ടി വളർത്തുന്നുണ്ട്, ഹമാസിനെ പാലൂട്ടി വളർത്തുന്നുണ്ട്, ഹൂത്തികളെ പാലൂട്ടി വളർത്തുന്നുണ്ട്. ഇതെല്ലാം സ്വതന്ത്ര പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. അവർ ഈ മതപരമായി ചിന്തിച്ച് മത അടിസ്ഥാനത്തിൽ ജീവിച്ച് അങ്ങനെ ആ രീതിയിൽ ആ ഒരു സാമ്രാജ്യം ഉണ്ടാകണമെന്ന് കരുതി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ അത്തരം സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഇറാനോട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യാൻ ഇന്ത്യ തയ്യാറാകില്ല. ഇപ്പോൾ ഇന്ത്യക്ക് അവിടെ നിന്നുള്ള എണ്ണ വേണം, അവിടെ നിന്നുള്ള പ്രകൃതിവാതകം വേണം. അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് പിണക്കാൻ പറ്റില്ല എന്നുണ്ട്, വാസ്തവമാണ്. പക്ഷേ ഇവരെ കണ്ണുടച്ച് ഇന്ത്യ പിന്തുണയ്ക്കില്ല. ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ഇറാനെ പിന്തുണയ്ക്കുന്ന പോലെ ഇന്ത്യക്ക് അങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ ഉറ്റ പങ്കാളി ഇസ്രായേലാണ്. സൈനികമായിട്ട് ശരി, സാംസ്കാരികമായി പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഇസ്രയേലിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലുമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇന്ത്യയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ അവരുമായിട്ട് സഹകരിച്ചിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊപ്പമാണോ അതോ മറ്റു താല്പര്യങ്ങൾക്കൊപ്പമാണോ CPM അതിൻ്റെ മുഖപത്രവും നിൽക്കുന്നതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അല്ലേ, ഇതിപ്പോൾ പിന്നെ പ്രേമലായിട്ട് പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ്. ഇറാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെ പോലെ മറ്റൊരു പതിപ്പ്, ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യം, മതത്തെ വളർത്തുന്ന ഒരു രാജ്യം. മതമാണ് അവിടെ ഏറ്റവും പ്രധാനം. പാകിസ്ഥാനെ പോലെ തന്നെയാണ്. ഈ ഭീകരവാദത്തെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈ ഭീകരതയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭരണാധികാരിയല്ല. ഈ തലമുറകൾ വരുന്നത് മുഴുവൻ ഈ ഭീകരവാദത്തെ ഇങ്ങനെ വച്ച് വാഴിച്ച് അവരെ പാലൂട്ടി വളർത്തുന്ന, അവർക്ക് അന്നം കൊടുക്കുന്ന, അതിനുവേണ്ടി ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ആ സർക്കാർ, അതായത് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന സർക്കാരിന് വേണ്ടി ഇവിടെ ജയ്വിളിയും മുറവിളിയും മൊസാദ് വിറച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സംഘർഷം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിരിച്ചടിച്ചാലും ഒരു നല്ല വാക്ക് ഇന്ത്യക്ക് ഒപ്പം നിന്ന് പറയില്ല. എപ്പോഴെങ്കിലും പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇറാൻ തെമ്മാടി രാജ്യം എന്ന് വിളിക്കുന്നത് കേട്ടു. രണ്ടും ഭീകരത വളർത്തുന്ന രാജ്യമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന, സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ, ഒരു രാജ്യത്തെ വിളിക്കുകയാണ് തെമ്മാടി രാജ്യമെന്ന്. അപ്പൊ പിന്നെ അതിലപ്പുറം ദേശാഭിമാനിയിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാം. എന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ കേരളത്തിൽ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് മാത്രമേ ഇപ്പൊ ഈ പാർട്ടി ഉള്ളൂ. അതെ, അതുകൊണ്ട് പിണറായി വിജയൻ അറിയാം വാളയാറിനപ്പുറം അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കില്ല എന്നുള്ളത്. അതിനകത്തല്ലേ നിൽക്കുകയുള്ളൂ, അതിർത്തിക്ക് ഇപ്പുറം. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാന്നുള്ളതാണ്. ഇനി ഇത് വല്ലതും ഖമനേയിയായിട്ട് കേട്ട ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയതെന്ന് തൂക്കിക്കൊണ്ട് പോകുമോ? മൊസാദ് കേൾക്കാതിരുന്നാൽ മതി, ചിലപ്പോൾ നേരിട്ട് ആളിങ്ങെത്തും.